എറ്റ്ല സെലസ്റ്റിയൽ പാർക്ക് 8 PM ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നും നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരു മാണിക്യമാണ് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ മാണിക്യം ഇതാണ്. ഞാൻ പറഞ്ഞ മാണിക്യം. പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയിലൂടെ മലയാളത്തിന് ലഭിച്ച മാണിക്യം മൈഥിലിയാണ് നമ്മളുടെ ഇന്നത്തെ ഗസ്റ്റ്. നമുക്ക് സ്വാഗതം ചെയ്യാം. എറ്റ്ലസ് 8 PM സ്വാഗതം. താങ്ക് യു. അപ്പം ആദ്യം തന്നെ പറഞ്ഞോളൂ, മൈഥിലിയുടെ ആംഗിളിൽ നിന്ന് ഫിലിം പാലേരി മാണിക്യം എന്നുള്ള ഫിലിം. എന്റെ ആംഗിളിൽ എപ്പോഴും എന്റെ ഫിലിം അല്ലെങ്കിൽ ഞങ്ങളുടെ ഫിലിം ആയതുകൊണ്ട് പറയല്ല, ഇതൊരു നല്ല സിനിമയാണ്. മലയാള സിനിമയിൽ കുറച്ച് ഒരുപിടി നല്ല സിനിമകൾക്കൊപ്പമായിരിക്കും പാലേരി മാണിക്യം. അതെനിക്ക് 100% റിലീസിന് മുമ്പേ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ റിലീസിന് ശേഷം പ്രേക്ഷകരോട് അത് അക്സെപ്റ്റ് ചെയ്തതെന്ന് അറിഞ്ഞതിൽ എനിക്ക് 100% കോൺഫിഡൻസും ഉണ്ട്. അത്ര നല്ലൊരു ഫിലിമാണ് പാലേരി മാണിക്യം, ഒരു പാതിരാക്കൊലപാതകത്തിന്റെ കഥ. ഓക്കെ, അപ്പം എനിക്ക് ക്യാരക്ടറിനെ പറ്റിട്ട് ഇപ്പം നേരിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാണുമ്പോ തന്നെ അറിയാം ഭയങ്കര ഡിഫറെന്റ് അപ്പിയറൻസ് ആണ്. അപ്പം അതിനെ പാവമാണെന്നാണോ? സിനിമയിലാ തോന്നുന്നു കുറച്ചും കൂടെ പാവം. സത്യമാണ്, സിനിമയിലെ ഒരു നിഷ്കളങ്കമായ പാവം പെൺകുട്ടി, അതുകൊണ്ടാണ് അവൾ കൊല്ലപ്പെട്ടതും. ഒരിക്കലും എന്റെ കൂട്ടൊരു പ്രതികരിക്കുന്ന ഒരു കുട്ടിയായിരുന്നെങ്കിൽ മേ ബി അവൾക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇത് ആക്ച്വലി എല്ലാവർക്കും അറിയാം, ഇതൊരു നോവലായിരുന്നു. നോവൽ എന്നതിലുപരി ഇതൊരു പാലേരി മാണിക്യം എന്ന് പറയുന്ന ഒരു പാലേരിയിലെ ഒരു ഗ്രാമത്തില് മാണിക്യം എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾക്കുണ്ടായ അതിദാരുണമായി അവൾ കൊല്ലപ്പെട്ടു. അവൾക്കുണ്ടായ അനുഭവങ്ങളാണ് ഈ പാലേരി മാണിക്യത്തിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെങ്ങനെയാണ് ഇപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ വന്നത്? നോവലിലൂടെ എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ക്യാരക്ടറാണ്. പിന്നെ അത് പറഞ്ഞു, അത് റിയൽ ഇൻസിഡന്റ് ആണെന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെയായിരുന്നു ഹോംവർക്ക് മൈഥിലിയിൽ നിന്ന് മാണിക്യമാവാൻ? എന്തൊക്കെയായിരുന്നു? എനിക്ക് നോവൽ TP രാജീവൻ സാറിന്റെ ഈ നോവൽ വായിക്കുമ്പോൾ, അല്ലെ ഞാൻ ഓഡീഷനിൽ നിന്ന് സെലക്ട് ആയി എന്നറിഞ്ഞപ്പോൾ തന്നെ എന്റെ അടുത്ത് രഞ്ജിത്ത് സാർ പറഞ്ഞു ഈ നോവല് വായിക്കണമെന്ന്. അപ്പൊ ഞാൻ ഈ നോവല് വായിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ ഒരു തവണ വായിച്ചു. ഞാനൊരു അറൌണ്ട് 7-8 ടൈംസ് എങ്കിലും ഈ നോവൽ വായിച്ചിട്ടുണ്ട്. ഗുഡ് ഗേൾ. താങ്ക് യു. കള്ളം പറയല്ല. ആ ഓരോ ടൈമില് ആ നോവൽ വായിക്കുമ്പോഴും എന്റെ മനസ്സിൽ ഒരിക്കലും മൈഥിലി എന്ന പെൺകുട്ടി ആ മാണിക്യം ക്യാരക്ടർ ചെയ്യുന്നു എന്നായിരുന്നില്ല. മാണിക്യം ഞാനാണ്, എനിക്ക് ഉണ്ടാവുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. ആ ഒരു ലെവലിലെ ഞാൻ ആ ഒരു നോവൽ വായിച്ചതും ആ ഒരു നോവൽ കണ്ടതും ഇപ്പൊ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചതും. അപ്പൊ പറഞ്ഞു നോവൽ കുറെ പ്രാവശ്യം വായിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് പൊതുവെ അക്കാഡമിക്കലി എങ്ങനെയാണ്? വായനാശീലമൊക്കെ ഉണ്ടോ? തീരെയില്ല. സിനിമയ്ക്ക് വേണ്ടി അത്രയും എഫേർട്ട് എടുത്തപ്പോ 8 പ്രാവശ്യമൊക്കെ വായിച്ചു. അതെ, ആ ഒരു ക്യാരക്ടറായി മാറുക എന്നതിലപ്പുറം എനിക്ക് എന്ന് വെച്ചാൽ എനിക്കൊരു ക്യാരക്ടർ, എന്റെ ഫസ്റ്റ് ഫിലിം. അപ്പൊ എനിക്ക് തന്ന ക്യാരക്ടർ അപ്പൊ സാർ അല്ലെങ്കിൽ ആ ഒരു നോവലിസ്റ്റ് അല്ലെങ്കിൽ ഡയറക്ടർ രഞ്ജിത്ത് സാർ അത്രത്തോളം വിശ്വാസം ഉള്ളത് വിശ്വസിച്ച് എന്നെ ഏൽപ്പിച്ച ഒരു ക്യാരക്ടറാണ് പാലേരി മാണിക്യത്തിലെ മാണിക്യം. സോ അത് എത്രത്തോളം എന്നാൽ കഴിയും വിധം നന്നാക്കി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം TP രാജീവൻ സാർ അത്രത്തോളം ആ മാണിക്യത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അത്രത്തോളം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം ആ നോവൽ എഴുതിയിരിക്കുന്നത്. സോ അപ്പൊ ആ ഒരു ക്യാരക്ടറിന് വേണ്ടി എത്രത്തോളം എന്നാൽ കഴിയും വിധം ഞാൻ ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പൊതുവെ ഒരു ബുക്സ് വായിക്കുമ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ അതൊരു ഇമാജിനേഷൻ ആയിട്ട് വളരെയധികം റിലേറ്റഡ് ആണ്. അപ്പൊ ഇതിപ്പോ ഈ ഓഡിഷനിൽ ഇങ്ങനെ എന്താ പറയാ മാണിക്യമായി സെലക്ടഡ് ആയെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ നോവൽ വായിച്ചത്. അപ്പൊ എങ്ങനെയാണ് കഥ വായിക്കുമ്പോ അതിന്റെ സീൻസും എങ്ങനെയായിരിക്കും? ഈ ഭാഗം സീൻസ് അങ്ങനെയൊക്കെ ഒരു ഇമാജിനേഷൻ ഒക്കെ വന്നായിരുന്നു ഓരോ ഭാഗം വായിക്കുമ്പോൾ? ഞാൻ ആദ്യമേ പറഞ്ഞത്, ഓരോ ഭാഗം വായിക്കുമ്പോഴും എന്റെ മനസ്സിൽ ആ ഒരു പാലേരി ഗ്രാമവും ഉണ്ടായിരുന്നു. അവിടെ ജീവിച്ചിരുന്ന മാണിക്യം ഞാനായിരുന്നു. എനിക്കാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഞാൻ എങ്ങനെ പ്രതികരിക്കും? എനിക്ക് ശരിക്കും നോവൽ വായിക്കുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. അതിന് ഓരോ എന്റെ ഹസ്ബൻഡ് വന്നിട്ട് ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കുക. ഇപ്പൊ ഞാൻ മരിക്കുകയാണ്, എന്റെ ഹസ്ബൻഡ് എല്ലാവരും കുറ്റം ചുമത്തുന്നു. പക്ഷെ ആക്ച്വലി നടക്കുന്ന സംഭവങ്ങളാണ്. പക്ഷെ ഇത് കാണുക, ഫിലിം കാണുമ്പോ അതിന്റെ സസ്പെൻസ്, അത്രയ്ക്ക് സസ്പെൻസ് ത്രില്ലറാണ് ഈ ഫിലിം. എല്ലാവരും അതുകൊണ്ടാണല്ലോ ഇപ്പൊ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതില്
ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയപ്പം എന്തായിരുന്നു ഒരു ചാലഞ്ച് എന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഫസ്റ്റ് ഫിലിമാണ്, എന്താ പറയാ, ഒരു നാച്ചുറലി ഇപ്പൊ ഒരു എത്ര തഴക്കമുള്ള നടി ചെയ്യുകയാണെങ്കിലും കൂടി ഒരുപാട് റിസ്ക് ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ മൈഥിലിക്ക് എന്തായിരുന്നു ഫസ്റ്റ് ഇത് അറിഞ്ഞപ്പോൾ, യു ആർ സെലക്ടഡ് എന്ന് അറിഞ്ഞപ്പം മുതൽ ആ ഡേ മുതൽ ഷൂട്ടിംഗ് കഴിയുന്നവരെയുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്തായിരുന്നു? എനിക്ക് കാരണം ഇത്രയും സീനിയർ, എല്ലാവരും സീനിയർ പറഞ്ഞ പോലെ തന്നെ സീനിയർ ആർട്ടിസ്റ്റുകൾ കൂടി ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടർ, അത് ഒരു പുതുമുഖമായ എന്നെ കൊണ്ട് ചെയ്യാൻ എന്നതിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റും, എന്റെ മാണിക്യത്തെ എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, മാണിക്യം എന്ന പ്രേക്ഷകർക്ക് മുന്നിൽ ആ മാണിക്യത്തെ കൊണ്ടുവരാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടി എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് സാർ എന്ന സംവിധായകനടക്കം എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതലും, പിന്നെ ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്, അതും വളരെ ടാലന്റഡ് ആയിട്ടും വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവര്. അപ്പൊ അതിൽ നിന്ന് ഞാൻ മാത്രമായിരുന്നു പുതുമുഖം എന്ന് പറയാം. അപ്പൊ എനിക്ക് മാത്രമാണ് ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തത്. അപ്പൊ അതിൽ നിന്നൊക്കെ എനിക്ക് ഇത്രയും ടാലന്റഡ് ആയ ആർട്ടിസ്റ്റുകളും സംവിധായകനും എല്ലാവരും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ ലൈവിൽ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്റെ മാണിക്യം എന്നാണ് പറയുന്നത്. അല്ലാണ്ട് ഇവിടെ സംസാരിക്കുമ്പോ ഒക്കെ എന്റെ കൂടെ മുമ്പിൽ എന്റെ മാണിക്യം, എന്റെ ഫിലിം, എന്താണ് അതിന് കാരണം? എല്ലാം എന്റെയാ, എന്റെ മാണിക്യം, എന്റെ സിനിമ, എന്റെ ആർട്ടിസ്റ്റ്, എന്റെ പൊക്കൻ. അപ്പൊ എന്താണ് ആ ഒരു ഫിലിമിനോടുള്ള അറ്റാച്ച്മെന്റ് കൊണ്ടാണോ അതോ എല്ലാം സ്വന്തമായിട്ട് ഇങ്ങോട്ട് എടുത്തോ? ഞാൻ എടുത്തു എല്ലാം. എനിക്ക് എന്തായാലും എനിക്ക് മാണിക്കായി ഇനി മാറാൻ പറ്റില്ല. എന്നെ എന്റെ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് മാണിക്യമായിട്ടാണ്. സോ എനിക്ക് എപ്പോഴും എന്റെ മാണിക്യമായിട്ട് അറിയാം. ഇനിയിപ്പം എന്റെ മാണിക്യം മാറി, ഞങ്ങളുടെ മാണിക്യമായിട്ടാ. താങ്ക് യു. ഇനി എന്റെ മാണിക്യം പറയില്ലല്ലോ, നമ്മളുടെ മാണിക്യം. ആ ശരി, എന്റെ മാണിക്യം തന്നെ.